അപ്പോസ്തലന്മാരായ ദൈവദാസന്മാരെ, വിവിധ നിലകളിൽ കടന്നു വന്നിട്ടുള്ള പ്രിയമുള്ളവരെ, വിശേഷാൽ ഈ ആത്മീയ സംഗമത്തിന് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സക്കറിയ മാത്യു എന്ന് പറയുന്ന പ്രിയ കുഞ്ഞുമോൻ പാസ്റ്റർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനം. ദൈവകൃപയാൽ ഇന്നു മുതൽ 4 ദിവസങ്ങൾ ഇവിടെ നടക്കുന്ന ആത്മീയ സംഗമത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇത് ഒരു സാധാരണ മീറ്റിംഗ് ആയിട്ടാരും കരുതരുത്. ഇതൊരു മതപ്രസംഗമല്ല. ഇതേതെങ്കിലും ഒരു ക്രൈസ്തവ സഭയുടെ പ്രത്യേക ഉദ്ദേശത്തിലല്ല. ദൈവത്തിന്റെ ദാസന്മാരെന്നെ ക്ഷണിച്ചു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ദൈവിക നിയോഗത്താലാണ്. ഇന്ന് ലോകത്തിൽ 194 രാജ്യങ്ങളുണ്ട്. നാം ഉൾപ്പെടെ 650 കോടി ജനസംഖ്യയുണ്ട്. ഈ 194 രാജ്യങ്ങളിലും വസിക്കുന്ന ചെറിയവരും വലിയവരുമായ 650 കോടി ജനത്തിനും പ്രത്യക്ഷമായോ പരോക്ഷമായോ സംഭവിക്കുവാൻ പോകുന്ന ചില സുപ്രധാന സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും അതിനെ വിശകലനം ചെയ്യുവാനും തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ തെളിയിക്കുവാനും കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് എനിക്ക് സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിങ്ങനെ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുകയല്ല. വളരെ ലളിതമായും തെളിവുകൾ സഹിതവും നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പല ആളുകൾക്കും അറിയാൻ മേലെ ലോകത്തിൽ എന്താ സംഭവിക്കുവാൻ പോകുന്നതെന്ന്. തിരുവചനം നന്നായി പഠിച്ചിട്ടുള്ള ചിലർക്ക് പോലും അതിന്റെ സീരിയസ്നെസ് അഥവാ ഗൗരവം അറിയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളെപ്പോലെ ഈ കോട്ടയം ജില്ലക്കാരനാണ്. നമുക്കൊന്നിച്ച് അത് ചിന്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ചരിത്രത്തിന് നിഗമനങ്ങൾ ഏറെയുണ്ട്. എന്നാൽ മനുഷ്യന്റെ സംസ്കാരത്തിന്റെയും തുടിപ്പുകളുടെയും ലഭ്യമായ തെളിവുകൾ 6000 വർഷത്തത് മാത്രമേ ഉള്ളൂ. അതിനു മുൻപുള്ള നിഗമനങ്ങൾ കിടക്കുമ്പോൾ മനുഷ്യന്റെ സംസ്കാരം, വളർച്ച, കൃഷി, ജീവിത രീതി, ഇതിനെക്കുറിച്ച് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ 6000 വർഷത്തത് മാത്രം. അഥവാ നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം അത് തന്നെ പറയുന്നു. ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുൻപേ ഇന്ന് മാംസം തെറിക്കുന്ന, രക്തം ഒഴുകുന്ന ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തടത്തിൽ യഹോവയായ ദൈവം അതിബൃഹത്തായ ഒരു തോട്ടമുണ്ടാക്കി. ഏദൻ താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. അന്നു മുതൽ ഈ 2008 വരെയുള്ള ഏതാണ്ട് 6000-ൽ പരം വർഷത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യന്റെ പുരോഗതിയുടെ പാർശ്വവീക്ഷണം നാം കാണിക്കാം. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ചത് തീയുടെ ഉപയോഗമാണ്. മരങ്ങൾ ഉരുമിയപ്പോഴും കല്ലുകൾ ഉരസിയപ്പോഴും ഉണ്ടായ സ്പാർക്കിങ്ങിൽ നിന്നും തീയുടെ ടെക്നോളജി മനുഷ്യൻ കണ്ടുപിടിച്ചു. തുടർന്ന് മൃഗങ്ങളിൽ വളരെ ഭേദമായിരുന്ന നായയെ ഇണക്കിയെടുത്തു. പിന്നീട് 3ാമത് മനുഷ്യൻ കണ്ടുപിടിച്ചത്
താൻ ഭക്ഷിച്ച് വെളിയിൽ കളഞ്ഞ പഴങ്ങളുടെ കുരുക്കൾ കിളിർക്കുന്നത് കണ്ടുപിടിച്ചു. പഴങ്ങളുടെ കുരു കിളിർക്കുന്നത് കണ്ടുപിടിച്ചപ്പോൾ കൃഷിയുടെ ടെക്നോളജി കണ്ടുപിടിച്ചു. അങ്ങനെ കൃഷി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫലഭൂയിഷ്ഠമായ മണ്ണായതിനാൽ ആ വീര്യത്താൽ ഫലങ്ങൾ കൂടുതൽ കിട്ടിയപ്പോൾ തലച്ചുമട സാധ്യമായപ്പോൾ കമ്പുകൾ കെട്ടി വലിച്ചു. അതിനും ആയാസമായപ്പോൾ അവന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതാണ് ചക്രങ്ങൾ. അന്ന് മുതൽ മനുഷ്യർ പുരോഗതിയിലേക്ക് വന്നേ ഏതാണ്ട് 180ഓളം വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനിലെ മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന എഞ്ചിനീയർ ഈ വൈദ്യുതി അഥവാ പവർ കണ്ടുപിടിച്ചു. അതോടെ ലോകം ഒരു പരിഷ്കാരത്തിന്റെ കുതിച്ചുചാട്ടം, ശാസ്ത്ര ഭാഷയിൽ വ്യവസായ വിപ്ലവം. മാർക്കോണി റേഡിയോ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ, ഒടുവിൽ അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ പ്ലെയിൻ, ഇങ്ങനെ കണ്ടുപിടിച്ച് ഇന്ന് നമ്മുടെ എല്ലാം വീടുകളിൽ മിക്കവാറുള്ള കമ്പ്യൂട്ടർ 1945 ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തപ്പോൾ നാം ഇന്ന് നിൽക്കുന്നു കമ്പ്യൂട്ടർ യുഗത്തിൽ. വളരെ പുരോഗമിച്ച ഒരു ലോകം. ഇനി എങ്ങോട്ടൊരു എക്സ്പാൻഷൻ സാധിക്കുമെന്ന് സയൻസിന് പോലും അറിയാൻ മേല. ആകാശത്തിന്റെ രണ്ടാമത്തെ തട്ടിനെ കീറി 35,000 അടി പൊക്കത്തിൽ ആയിരക്കണക്കിന് പ്ലെയിൻ തലങ്ങും വിലങ്ങും പറക്കുന്നു. ഗ്രാമങ്ങൾ പോലും സോഡിയം വേപ്പർ ലൈറ്റുകൾ കൊണ്ട് പ്രകാശിത പൂരിതമാക്കിയിരിക്കുന്നു. വീടുകൾ അതിസുന്ദരമായ ഗേഹങ്ങൾ, നമ്മുടെ കാലിന്റെ പാദങ്ങളെക്കാൾ തിളങ്ങുന്ന ഫ്ലോറിംഗ്, വാഹനങ്ങൾ ചലിക്കുന്ന കൊട്ടാരം, ടെലികമ്മ്യൂണിക്കേഷൻ, ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും തമ്മിൽ സെക്കൻഡുകൾക്കകം കാര്യങ്ങൾ സംസാരിച്ചു തീർക്കുന്ന പുതിയ ടെക്നോളജി. ഈ ലോകത്തെ ഒരു പന്ത് പോലെ സയൻസ് ചുരുക്കാക്കി. നിങ്ങളുടെ ഇവന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ചാൽ സെക്കൻഡുകൾ വേണ്ടല്ലോ ലോകത്തിൽ എവിടെയും ബന്ധപ്പെടാം. ഭക്ഷണം, അതിസ്വാദേറിയ ഭക്ഷണം, ചെലവേറിയത്. അങ്ങനെ അലങ്കാരങ്ങളുടെ ഒരു ഘോഷയാത്ര ലോകത്തിൽ നടക്കുമ്പോൾ സയൻസ് ഇനിയും നൂതന കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. പുറകെ ചിന്തിക്കാം. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഇത്രയും പുരോഗതി ഉണ്ടായി. പുറമേ നോക്കുമ്പോൾ സുന്ദരമായ ലോകമാണെങ്കിലും ഞാനൊരു സത്യം പറയട്ടെ, ഈ ലോകം 650 കോടി ജനങ്ങളെയും കൊണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പല. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പണത്തിന് സാധിക്കത്തില്ല, സയൻസിന് സാധിക്കത്തില്ല, കഴിവുകൾക്ക് സാധിക്കത്തില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, രക്ഷയുടെ ബെൽറ്റിട്ടാൽ ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെടാം. എന്താ ഞാൻ അങ്ങനെ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിക്കേ. ഇന്ത്യ ഉൾപ്പെടെയുള്ള 9 രാജ്യങ്ങളിലായി 1,20,000 ആറ്റമായുധം ഇരിപ്പുണ്ട്. 1,20,000 ആറ്റം വെപ്പൺ. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ആറ്റം നിർമ്മിക്കുന്ന 6ാമത്തെ രാജ്യമായി ഇന്ത്യ. ഇത് നിർമ്മിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഇതൊന്നിച്ചു പൊട്ടിച്ചാൽ ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും 2 മിനിറ്റിനകം 12 പ്രാവശ്യം കൊല്ലാം. നാഗസാക്കിയിൽ, ഹിരോഷിമയിൽ 2 ബോംബ് ഇട്ടപ്പോൾ 5 ലക്ഷം പോയി. 8-10 ലക്ഷം റേഡിയേഷൻ ഏറ്റെങ്കിൽ അതിനേക്കാൾ 100 മടങ്ങ് വലിപ്പം സംഹാരശേഷിയുള്ള ആറ്റമായുധങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്.